ഹായ് മൈ ഡിയർ ഫ്രണ്ട്സ്, വീണ്ടും ഞാൻ നല്ലൊരു റെസിപ്പിയുമായിട്ട് വന്നിട്ടുണ്ട്. നമുക്കൊക്കെ പ്രിയപ്പെട്ട ഒരു ഐറ്റമാണ് കപ്പ ബിരിയാണിയാണ്. കപ്പ, മരച്ചീനി, കൊള്ളി ഇങ്ങനെ പല പേരിൽ അറിയപ്പെടും. അത് നമുക്ക് കേരളീയർക്ക് കപ്പ എന്ന് പറയുന്ന ഒരു വീക്ക്നെസ് തന്നെയാണ്. നമുക്കിനി അതെങ്ങനെയാണ് കപ്പ ബിരിയാണി റെഡിയാക്കുന്നതെന്ന് നോക്കാം. ആദ്യം നമ്മുടെ കപ്പയൊന്ന് കുക്ക് ചെയ്തെടുക്കണം. 3/4 കിലോ കപ്പയാണ് ഞാനിവിടെ എടുത്ത് വെച്ചിരിക്കുന്നത്. ചെറിയ ചെറിയ പീസാക്കി കട്ട് ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ട്. ആവശ്യത്തിന് വെള്ളം വെച്ചിട്ട് വെള്ളം ചെറുതായിട്ടൊന്ന് ചൂടായി വരുമ്പോഴത്തേന് നമുക്ക് അതിലേക്ക് ഈ കപ്പ പീസ് ഇട്ട് കൊടുക്കാം. ചെറിയ പീസായതുകൊണ്ട് നമുക്ക് കപ്പ പെട്ടെന്ന് വെന്ത് കിട്ടും. ഇതിലേക്ക് ഞാൻ 2 നുള്ള് മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ട് തിള വരുമ്പോഴത്തേന് നമുക്ക് അതിലേക്ക് കപ്പയ്ക്ക് ആവശ്യമുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ആദ്യം തന്നെ ഉപ്പിട്ടാൽ ചിലപ്പം കപ്പ കല്ലിച്ചു പോകാൻ സാധ്യതയുണ്ട്. ഇപ്പം നമ്മുടെ കപ്പ നന്നായിട്ട് റെഡിയായി വന്നിട്ടുണ്ട്. നന്നായിട്ട് കുക്കായിട്ടുണ്ട്. കപ്പ നന്നായിട്ട് ഉടഞ്ഞു വരണം. ഇതിൽ നിന്ന് വെള്ളം വാർത്തിട്ട് നന്നായിട്ട് ഞാനിപ്പം കപ്പ ഉടച്ചെടുത്തുകൊണ്ടിരിക്കുകയാണ്. ഉടച്ചെടുത്തിട്ടുണ്ട് ഞാനിപ്പം കപ്പ. ഇനി നമുക്ക് ഈ സമയത്ത് തന്നെ നമ്മുടെ ബീഫ് ഒന്ന് കുക്ക് ചെയ്യാം. 3/4 കിലോ ബീഫ് തന്നെയാണ് ഞാനിവിടെ എടുത്ത് വെച്ചിരിക്കുന്നത്. ചെറിയ പീസാക്കി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് 1/4 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി, 3/4 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി, 1/2 ടേബിൾ സ്പൂൺ ഗരം മസാല, 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത്, 1 ടേബിൾ സ്പൂൺ വിനാഗിരി, പിന്നെ ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്തിട്ട് നമ്മൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. മിക്സ് ചെയ്തതിന് ശേഷം നമുക്കതൊന്ന് കുക്ക് ചെയ്തെടുക്കാം. നമുക്ക് പ്രത്യേകിച്ച് വെള്ളമൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല. ബീഫിൽ നിന്ന് തന്നെ നമുക്ക് വെള്ളം കിട്ടും. ഇപ്പം നമ്മുടെ ബീഫ് കുക്കായി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ മസാല റെഡിയാക്കിയെടുക്കാം. അതിനായിട്ട് നല്ലൊരു ചൂടുകട്ടിയുള്ള പാത്രം വെക്കുക. പാത്രം ചൂടായി വരുമ്പോഴത്തേന് നമുക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. അതിലേക്ക് സവാളയാണ് ആദ്യം ഇട്ട് കൊടുക്കുന്നത്. ഞാൻ 2 സവാളയാണ്, വലിയ സവാള 2 എണ്ണം നീളത്തിൽ അരിഞ്ഞു വെച്ചിട്ടുണ്ട്, അതാണ് ഇട്ട് കൊടുക്കുന്നത്. സവാള ചെറുതായിട്ടൊന്ന് വഴണ്ടി വരുമ്പോഴത്തേന് നമുക്ക് ഒത്തിരി ബ്രൗൺ ആവേണ്ട ആവശ്യമില്ല, ചെറുതായിട്ടൊന്ന് വഴണ്ടാൽ മതി. അതിലേക്ക് നമുക്ക് ചെറുതായിട്ട് വഴണ്ടി വരുമ്പോഴത്തേന് നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ഇട്ട് കൊടുക്കണം. 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളിയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. അതിൻ്റെ കൂടെ തന്നെ കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്, മസാലയ്ക്ക് ആവശ്യത്തിനുള്ള. ഓൾറെഡി നമ്മൾ ബീഫിലും കപ്പയ്ക്കും ഉപ്പിട്ടിട്ടുണ്ട്. കൂട്ടത്തിൽ ഞാൻ കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ട് അതൊന്ന് ഇളക്കി കുറച്ചുകൂടെ ഒന്ന് വഴറ്റിയെടുക്കുക. കുറച്ചുകൂടെ ഒന്ന് വഴണ്ടി വരുമ്പോഴത്തേന് ലോ ഫ്ലെയിം ആക്കിയിട്ട് നമുക്ക് പൊടികൾ ഇട്ട് കൊടുക്കാം. ആദ്യം 1/4 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി. ഓരോ പൊടികൾ ഇട്ടതിന് ശേഷം നമുക്ക് ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. 1/2 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി, 1/2 ടേബിൾ സ്പൂൺ അടുത്ത് ഗരം മസാല, 1/2 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി. ഇവയെല്ലാം കൂടെ ഇട്ട് കൊടുത്തിട്ട് ഈ പൊടിയുടെ പച്ചമണം മാറുന്നിടം വരെ ഒന്ന് ഇളക്കി കൊടുത്തിട്ട് ഇതിലേക്ക് നമുക്ക് ബീഫ് ഇട്ട് കൊടുക്കണം. ബീഫിൻ്റെ വെള്ളം കൂടെ ഒരുമിച്ചാണ് നമ്മൾ ഇതിനകത്ത് ഇട്ട് കൊടുക്കുന്നത്. ആവശ്യമെങ്കിൽ കുറച്ച് വെള്ളം കൂടെ ചേർക്കാം. ഇപ്പം ഇതിനകത്ത് കുറച്ച് വെള്ളം കുറവാണ്, അതിനായിട്ട് ഞാൻ കുറച്ച് വെള്ളം കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നമുക്കിത് അടച്ച് വെച്ചൊരു 5-10 മിനിറ്റും കൂടെ കുക്ക് ചെയ്തെടുക്കണം. ഇപ്പം ഞാൻ അടച്ചു വെച്ച് ഇതൊന്ന് കുക്ക് ചെയ്യാൻ പോവുകയാണ്. ഇപ്പം നമ്മുടെ ബീഫ് റെഡി ആയിട്ടുണ്ട്. ചെറിയ ഗ്രേവി വേണം ബീഫിനകത്ത്, ഒത്തിരി ഡ്രൈ ആയി പോകരുത്. ഇനി നമുക്ക് നമ്മുടെ ഉടച്ചു വെച്ചിരിക്കുന്ന കപ്പയും കൂടെ അതിലോട്ട് ഇട്ട് കൊടുക്കാം. കപ്പയും കൂടി ഇട്ട് കൊടുത്തിട്ട് നമ്മൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. എന്നിട്ട് നമ്മൾ ഇത് നന്നായിട്ട് ഉടച്ചെടുക്കണം. നന്നായിട്ട് ഇടിച്ചിട്ട് തന്നെ ഉടച്ചെടുക്കണം. അന്നേരമാണ് അതിൻ്റെ ടേസ്റ്റ് കൂടുന്നത്. ബീഫൊക്കെ ചെറുതായിട്ടൊന്ന് മുറിഞ്ഞ് കിട്ടും. കുറച്ച് ബീഫ് കടിക്കാനും കുറച്ചിങ്ങനെ ചതഞ്ഞും കിടക്കും. അങ്ങനെ കിടക്കണം. ലാസ്റ്റ് നമുക്ക് കുറച്ച് കറിവേപ്പില ഇടണം. പിന്നെ ഇടുന്നത് തേങ്ങായും
കുറച്ച് പൊടിയായിട്ട് അരിഞ്ഞിട്ടുള്ള സവാളയാണ്. ഇത് രണ്ടും ഓപ്ഷനാണ്. കൂട്ടത്തിൽ കുറച്ച് കുരുമുളക് പൊടി, 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചിട്ടുണ്ട്. ഇത് ഓപ്ഷനാണ്. പക്ഷേ ഇതിങ്ങനെ ചെയ്യുമ്പം കുറച്ചുകൂടെ ടേസ്റ്റ് കൂടും, തേങ്ങായും ആ സവോളയും എല്ലാം കൂടി ഇടുമ്പം. ഇതിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. അപ്പം നമ്മുടെ സ്വാദിഷ്ടമായിട്ടുള്ള കപ്പ ബിരിയാണി റെഡി ആയിട്ടുണ്ട്. നിങ്ങൾക്ക് എൻ്റെ ഈ റെസിപ്പി ഇഷ്ടപ്പെടുകയാണെങ്കിൽ തുടർന്നും എൻ്റെ ചാനലിനെ സപ്പോർട്ട് ചെയ്യണം. എൻ്റെ ചാനൽ കാണണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക്